मैं बताऊं आपको क्या हुआ? बताऊं? मैंने ईडी के अफसर से बोला 2014 സംഘികൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കാലം മുതലേ തുടങ്ങിയതാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ സോണിയാഗാന്ധിയും 2000 കോടിയുടെ അഴിമതി നടത്തിയെന്നും പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് നടക്കാൻ. ഈവൻ നമ്മുടെ ഈ ഗോദി മീഡിയകൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ABC മലയാളം പോലത്തെ കുറേ സംഘ ചാനലുകളുണ്ട്. പിന്നെ നമ്മുടെ വിറയൻ ദാസപ്പനൊക്കെ കുത്തിയിരുന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് പെട്ടതാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ്. പലവട്ടം പല വീഡിയോകളായിട്ട് ഇവന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഡൽഹി കോടതിയിൽ നിന്ന് ഈ ഒരു കേസ് അങ്ങ് തള്ളിപ്പോവുക ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ബേസും ഇല്ലാണ്ട്, FIR പ്രോപ്പർ അല്ലാണ്ട്, അതല്ലെങ്കിൽ ഒരു കുറ്റപത്രത്തിൽ കാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് സമർപ്പിച്ച ഒരു കേസ്. ഇതും കൊണ്ട് എന്തിനു വന്നാണ് രാഷ്ട്രീയ പകപോക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ളതല്ല ED, അതുപോലെ തന്നെ EDനോട് ഇമ്മാതിരി പരിപാടിക്കും ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് കോടതിയിൽ നിന്ന് EDക്ക് അടി കിട്ടിയത്. EDക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ശരിക്കും കിട്ടിയത് നമ്മുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ താടിയുടെ മുഖത്തും അതുപോലെ അമിട്ടിൻ്റെ മറ്റേ മുഖത്തുമാണ് ഈ അടി കിട്ടിയിട്ടുള്ളത്. ഇവന്മാരാണ് ഇതിൻ്റെ ഉള്ളിലെ സകല കുത്തിത്തിരിപ്പും. ഇത് 2012 സമയത്ത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി BJP-കാരനായിരുന്ന സമയത്ത് കുത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു കേസ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഇങ്ങനൊരു കേസ് എടുത്തപ്പോൾ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴേക്കും ED ചാടി വീണ് ED 2014 മുതൽ 2021 വരെ ഈ കേസ് വെച്ച് അടവെച്ച് കൊണ്ടിരുന്നതും പലവട്ടം സോണിയാഗാന്ധിനെ അതുപോലെ രാഹുലിനെയും ദീർഘനേരത്തേക്ക് വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ 2021 CBIയും EDയും അതുപോലെ തന്നെ ഇതിന് ബേസ് ഒന്നുമില്ല, ഈ പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നും പറഞ്ഞ് മാറ്റിവെച്ച കേസ് 2021 ജൂണിൽ വീണ്ടും കുത്തിപ്പൊക്കി എടുത്തു കൊണ്ടുവന്നത് എന്ത് ബേസിലാണ് എന്നാണ് കോടതി ഇന്നലെ ചോദിച്ചിട്ടുള്ളത്. नोट किया है कि CBI ED मुझे छोड़कर 55 घंटे मुझसे मतलब इंटरोगेशन किया. मैं 2-3 साल बाद आपको बताऊंगा उस डिस्कशन में क्या हुआ. मैं बताऊं आपको क्या हुआ? बताऊं? मैंने ED के अफसर से बोला, ED के अफसर मुझे इंटरोगेट कर रहे थे और मैंने उनसे बोला कि देखिए, आप सोच रहे हो कि आपने मुझे यहां बुलाया है, मगर आप गलतफहमी में हो. आपने मुझे यहां नहीं बुलाया, मैं यहां आया हूं. और आप जानते हो मैं यहां क्यों आया हूं? कहते हैं नहीं, मैं यहां इसलिए आया हूं क्योंकि मैं देखना चाहता हूं हिंदुस्तान के लोकतंत्र की हत्या कौन लोग कर रहे हैं. मतलब आप क्या समझे हो? मैं वहां पे इंटरोगेशन हो रहा था, वहां पे एक सेल पड़ा हुआ था, वो लॉकअप होता है, वो इंटरोगेट कर रहा है मुझे. मैं सोच रहा हूं यार, मेरे परदादा 12 साल ऐसे सेल में बैठे थे, कम से कम 10 साल तो मुझे भी जाना चाहिए. आप मुझे कोई भी सेल दे दो. സത്യത്തിൽ സംഘികൾക്ക് പോലും അറിയില്ല ഈ നാഷണൽ ഹെറാൾഡ് എന്താണെന്നോ ഈ കേസ് എന്താണെന്ന് പോലും അറിയില്ല. ഏതോ സംഘ ചാനലുകളിലും ഏതൊക്കെ സംഘ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയും. സത്യം പറഞ്ഞാൽ എന്താണ് സാധനം, ഇത് വലിയ എന്താ പറയുക മയക്കുമരുന്നാന്ന് വരെ വിചാരിച്ച് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ പാവം ചങ്കി കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്ക് കേസിൻ്റെ ഒരു ബേസ് എന്താന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ വിധി എങ്ങനെ വന്നു എന്നും കൂടെ നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ 1938 ജവഹർലാൽ നെഹ്റു ഒരു പത്രമാധ്യമ സ്ഥാപിച്ചു. അതാണ് നാഷണൽ ഹെറാൾഡ് എന്ന് പേരിട്ടിട്ട് ഒരു പത്രം സ്ഥാപിച്ചു. ഇതിൻ്റെ അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് AJL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരുപാട് പ്രധാനപ്പെട്ടിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഈ പത്രത്തിൽ കൂടെ വന്നു. അങ്ങനെ ഈ പത്രം വളരെ ഫേമസ് ആയിട്ട് ഇങ്ങനെ നിന്നു. പിന്നെ കാലക്രമേണ സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ രാജ്യം ഇങ്ങനെ വന്നു ഏകദേശം 2008 ആയപ്പോഴേക്കും ഈ പത്രത്തിൽ ഒട്ടും ഒരു പബ്ലിസിറ്റി ഇല്ലാണ്ട് ഒട്ടും ആളുകളില്ലാത്ത രീതിയിലോട്ട് ഇത് നഷ്ടത്തിലായിട്ട് ഈ പത്രം 2008 സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട്. അപ്പം ഈ 2008 ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ദില്ലി, മുംബൈ, ലക്നൗവിലൊക്കെ ഇവരുടെ അന്നത്തെ പ്രസ്സും അതുപോലെ ഓഫീസുകളൊക്കെ നിന്ന സ്ഥലങ്ങളുണ്ട്. ഒരുപാട് എന്താ പറയുക മൂല്യമുള്ള സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പം ഈ സമയത്ത് തന്നെ ഇവർക്ക് കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട്, ആ സമയത്തൊക്കെ ഈ പത്രം നഷ്ടത്തിലാവുന്ന സമയത്ത് ഏകദേശം 90ഓളം കോടി രൂപ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പത്രത്തിന്. കാരണം ഇത് കോൺഗ്രസിൻ്റെ ഒരു പത്രമായിട്ടും മുഖപത്രമായിട്ടും ഒക്കെ ആ സമയങ്ങളിൽ ഒരുപാട് കാലം ഉണ്ടായിട്ടുള്ള പത്രമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ് ഇതിൻ്റെ സ്ഥാപകൻ. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കേസിൻ്റെ ആസ്പദമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ 2008 ഇതേ സമയത്ത് ഈ കമ്പനി
അല്ലെങ്കിൽ പത്രം ക്ലോസ് ചെയ്ത് ഈ AJL എന്ന് പറഞ്ഞ കമ്പനി നഷ്ടത്തിലായി 90 കോടിയുടെ നഷ്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു യങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി രജിസ്റ്റേർഡ് ആവുന്നു. അതിൻ്റെ 76% ഓഹരികൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എന്ന് പറയുന്നു. ഈ ഒരു കമ്പനി ഈ പത്രത്തിന് ഏറ്റെടുക്കാം, ഇവരുടെ 90 കോടി എന്താ പറയുക ഏറ്റെടുത്തിട്ട് തിരിച്ച് ഈ കമ്പനിക്ക് ഏകദേശം 50 ലക്ഷം രൂപ കൊടുത്ത് ഇവരുടെ കംപ്ലീറ്റ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. ഇങ്ങനെ മുന്നോട്ട് വന്ന സമയത്ത് 50 ലക്ഷം കൊടുത്തിട്ട് ഈ കമ്പനിക്ക് കൊടുത്തിട്ട് ഈ പത്രം ഏറ്റെടുക്കുന്നു. അങ്ങനെ പത്രം ഏറ്റെടുക്കുന്ന സമയത്ത് 90 കോടിയാണ് ആ സമയത്ത് അതിൻ്റെ നഷ്ടമായിട്ട് കണക്കാക്കുന്നത്. അതുമാത്രമല്ല, അതേ സമയത്ത് തന്നെ ഇതിൻ്റെ വസ്തുവകകളുണ്ട്. ഇപ്പോൾ 99% ഈ കമ്പനിയുടെ വസ്തുവകകളിൽ നിന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഈ എന്താ പറയുക സ്വത്തുക്കളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ 50 ലക്ഷം എന്നുള്ളൊരു മൂല്യം കാണിച്ചിട്ട് കമ്പനിയുടെ അടുത്ത് നിന്ന് ഇവർ തിരിച്ചെടുക്കുന്നു. അങ്ങനെ വെറും ഈ 50 ലക്ഷം കൊടുത്തിട്ട് ഇത്രയും വലിയ കടങ്ങൾ എഴുതി തള്ളാമെന്നും പറഞ്ഞിട്ട് ഈ യങ് ഇന്ത്യ എന്ന കമ്പനി ഇത് എടുക്കുന്നതോടുകൂടി ഏകദേശം 1000-2000 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അടിച്ചെടുത്തു എന്നാണ് ഈ പരാതി. അപ്പോൾ ഈ പരാതിയിൽ ഒരു തരത്തിലുള്ള കഴമ്പും ഇല്ല എന്നാണ് അന്ന് മുതൽ എല്ലാവരും പറയുന്നത്. പക്ഷേ 2012 BJP നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമികൾ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നു. 2014 ആയ സമയത്ത് ഈ UPA ഭരണം മാറുന്നു, BJP ഭരണം വരുന്നു. അതോടുകൂടി ഇത് ഒരു കേസാക്കി മാറ്റുന്നു. ED കേസെടുക്കുന്നു, CBI ഇതിൻ്റെ പിന്നിൽ അന്വേഷണത്തിന് പോകുന്നു. അങ്ങനെ 2014 മുതൽ 2021 വരെ ഇതിൻ്റെ പിന്നാലെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്. അങ്ങനെ ഇപ്പം കോടതിയുടെ കണ്ടെത്തൽ, ഇപ്പം ലാസ്റ്റ് കോടതി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ള കാര്യം, അതിലെ വേർഡിക്റ്റുകളും കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കത് പറയാം. കോടതിയുടെ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഒരു ക്രിമിനൽ കുറ്റം ഇതിനില്ല, FIR-ഉം ഇതിനില്ല. ED ഈ കേസിലെ അന്വേഷണം തുടങ്ങിയതെന്ന് കോടതി വ്യക്തമാക്കി. ഈ രണ്ട് സാധനങ്ങൾ, കുറ്റപത്രങ്ങളോ FIR-ഓ ഇല്ലാത്ത ഈ ഒരു കേസിന് എന്തിന് ED 2021 വീണ്ടും കേസെടുത്തു, അല്ലെങ്കിൽ ഇതിൻ്റെ അന്വേഷണത്തിന് എന്തിനാണ് ED പോയത് എന്ന് വ്യക്തമാക്കാനാണ് കോടതി ആദ്യം തന്നെ പറഞ്ഞത്. ഇത് നിയമപരമായ നടപടിക്രമങ്ങളുടെ ലംഘനമാണെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനം, അതായത് സുബ്രഹ്മണ്യ സ്വാമിയെപ്പോലുള്ള ഒരു സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ EDക്ക് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല. ഒരു അന്വേഷണ ഏജൻസി ആദ്യം കുറ്റം രേഖപ്പെടുത്തണമെന്നും കോടതി പറഞ്ഞു. EDയുടെ നിലപാടിലെ മാറ്റം, അതായത് 2014 മുതൽ 2021 വരെ കേസിൽ കൃത്യമായി കുറ്റകൃത്യങ്ങൾ നടന്നതായി ഒരു തെളിവും ഇല്ല. CBIയും EDയും രേഖാമൂലം സമ്മതിച്ചതാണ് ഈ ഒരു കാര്യം. എന്നാൽ 2021 ജൂണിൽ പെട്ടെന്ന് അന്വേഷണം പുനരാരംഭിച്ചു. കേസിലെ കുറ്റകൃത്യങ്ങൾ നടന്നതായിട്ട് ഒരു തെളിവില്ല. എന്നിട്ടും എന്തിന് ഇതിൻ്റെ അന്വേഷണം പുനരാരംഭിച്ചു എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. എന്തുകൊണ്ട് നമ്മൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞു, കുറേ കാലങ്ങളായിട്ട് പറയുന്നുണ്ട്, പല നേതാക്കളും പറയുന്നുണ്ട്, നമ്മുടെ നാഷണൽ ഏജൻസീസിനെ വെച്ചിട്ട് വെറും പാവകളായിട്ടുള്ള വെറും കുഞ്ചിരാമ്പന്മാരം ആക്കിയിട്ട് ചാടിക്കളിക്കാൻ പറയുമ്പോൾ ചാടിക്കളിക്കും, ഓടടാമറ ഓടുന്ന ED, CBI, NIA ഒക്കെ നമ്മുടെ രാജ്യത്തെ സർക്കാർ വിലക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഏതോ കാലം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു കാര്യം മാത്രമാണ്. കാരണം നമുക്കറിയാം, ഇപ്പം ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ്, ഇപ്പോൾ അദാനി ഗ്രൂപ്പിനെതിരെയുള്ള ആരോപണങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. അതുപോലെ തന്നെ സന്ദേശ് ബ്രദേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. ഇത്തരം കേസുകളിലൊന്നും വലിയ വലിയ തട്ടിപ്പുകൾ കാണിച്ചിട്ട് പോലും എന്തുകൊണ്ട് ED കേസെടുക്കുന്നില്ല? ഇങ്ങനത്തെ ഒന്നുമല്ലാത്ത കേസുകൾ ഉണ്ടാക്കി കേസെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വ്യക്തമാണ്. ഇതിൻ്റെ തലയിൽ, ഇതിൻ്റെ പിന്നിലുള്ള തല ആരുടേതാണ്, ആരുടെ ബുദ്ധിയാണ്, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും കോടതി അങ്ങ് പൊളിച്ചെഴുതി കയ്യിൽ കൊടുത്ത ഒരു കാര്യമാണ് കണ്ടത്. ഇനി നാഷണൽ ഹെറാൾഡ് എന്നും പറഞ്ഞ് ഒരു സംഖ്യകളും വാല് പൊക്കില്ല. പൊങ്ങിയ വാലിൻ്റെ മുകളിലാണ് കോടതി ഇപ്പം നല്ലൊരു കരിങ്കല്ല് അങ്ങ് എടുത്തു വെച്ചത്. ഇപ്പം അതുകൊണ്ട് ചാടിക്കളിക്കുന്ന വാലില്ല കുരങ്ങന്മാർ മാത്രമായിട്ടിരിക്കുന്ന ഒരു കൂട്ടം സംഖ്യകളും രാജ്യം ഭരിക്കുന്ന സംഖ്യകളും. അത് തന്നെയാണ് അവസ്ഥ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. കോടതി ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതായത് അന്വേഷണ ഏജൻസികൾ ഫെഡറൽ സംവിധാനങ്ങളെ ലംഘിക്കുന്നുവെന്നും കൃത്യമായ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇന്നലെ മാത്രമല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ED ഒരു കേസെടുത്ത് കഴിഞ്ഞാൽ 100 കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 99 കേസും എവിടെ എത്താണ്ട് പോയിട്ടേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാക്കളെ പീഡിപ്പിക്കാനെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന MP-മാരെയും MLA-മാരെയും അല്ലെങ്കിൽ സർക്കാരിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ RSS സംഘപരിവാർ ഹിന്ദു അജണ്ടകൾക്കെതിരെ നിൽക്കുന്ന മുതലാളിമാരെയും മറ്റാളുകളെയും പീഡിപ്പിക്കാനും അവരെ ചൊൽപ്പടിക്ക് നിർത്താനും അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയിലോട്ട് മാറ്റാനും വേണ്ടി ഒരു എന്തിനോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ EDയും NIAയും അതുപോലെ CBIയും ഈവൻ കോടതി പോലും. ഈവൻ സുപ്രീം കോടതിയിലെ
ഇതിനു മുമ്പ് വന്ന ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡനെ പോലുള്ള ആളുകൾ, അതായത് ദൈവം വന്ന് നേരിട്ട് അമ്പലം പൊക്കിക്കൊള്ളാനും അല്ലെങ്കിൽ പള്ളി പൊളിച്ചാലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ വന്നിട്ട് സുപ്രീം കോടതിയിൽ പ്രസ്താവന ഇറക്കുന്ന നമ്മുടെ ചില പ്രത്യേക ചീഫ് ജസ്റ്റിസുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ ഫെഡറൽ സംവിധാനങ്ങളെ കംപ്ലീറ്റ് താറുമാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഏജൻസീസിനും കയ്യിൽ വെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് രാജ്യത്ത് ഒരു കാലത്തും ബി ജെ പിക്ക് അഴിമതിയില്ല, ബി ജെ പിക്ക് എന്താ പറയുക എതിരെ ആരോപണങ്ങളില്ല എന്ന് പറയുന്നത്. ആരോപണങ്ങളും അഴിമതികളും ഉണ്ടെങ്കിലും കേസെടുക്കാൻ ഈ പറഞ്ഞ ഒരു ഏജൻസികളും തയ്യാറാകില്ല. അവർക്ക് കൊടുക്കേണ്ടത് അണ്ണാക്ക് തള്ളിക്കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ ഡബിൾ എഞ്ചിൻ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ എന്നും നല്ലവരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവർ ഇറക്കിയിട്ടുള്ള 199 കേസും പൊട്ടുന്നത് അതാരും ശ്രദ്ധിക്കാറില്ല. കേസ് എടുക്കുമ്പോൾ വലിയ വാർത്തകളാവാറുണ്ട്. കേസ് തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേസിൽ ED പൊട്ടിക്കഴിഞ്ഞാൽ, NIA പൊട്ടിക്കഴിഞ്ഞാൽ അത് വാർത്തകളാവാണ്ട് പോവാറേ ഉള്ളൂ. അതാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നൊരു കാര്യം. അപ്പം ഇതാണ് നാഷണൽ ഹെറാൾഡ് കേസും ആ കേസിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ അവസാനത്തിൽ എന്തിലാണ് വന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. സത്യം പറഞ്ഞാൽ സംഘികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, എന്താണ് നാഷണൽ ഹെറാൾഡ്, എന്താണ് സംഭവിച്ചത്, ഇതായിരുന്നു കേസ് എന്നുള്ള അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ചോദിച്ച്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ചാണകത്തിട്ട കമൻറ്റുകൾ ഇടുന്ന സമയത്ത് ആരെങ്കിലും തിരിച്ചു വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണ്ടേ. അതല്ലെങ്കിൽ തിരിച്ചു വല്ല വിഡിത്തങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ കഴിയുന്നത്. അപ്പം സംഘികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്, സംഘികൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എന്താണ് ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ സംഘികളെ. നിങ്ങളുടെ സംഘികളുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും ചിരിക്കാറും എനിക്ക് കുറച്ച് സമാധാനം കിട്ടാറും. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ 4 സംഘികളുടെ 4 കമൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോമഡി കാണല്ലേ, വിവരമില്ലാത്ത പൊട്ട കോമഡികൾ കാണുന്ന പോലെ ഒരു ഫീലാണ്. ഈ ആനന്റെയും ഉറുമ്പിൻ്റെയും കഥ പറഞ്ഞ പോലത്തെ ചില സംഘിക്കുട്ടന്മാരുടെ കമൻറ്റുകൾ കണ്ട് രസിച്ചിരിക്കാൻ ഭയങ്കര രസമാണ്. സംഘികൾ മിസ് ചെയ്യരുത്, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരി.